ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 12ാമത്തെ പാഠത്തിൻ്റെ പേരാണ് തുമ്പി വിമാനങ്ങൾ. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? സൂചിത്തുമ്പി പറന്നു വന്നു. കണ്ടില്ലേ? സൂചിത്തുമ്പി പറന്നു വരുന്നു. അതിൻ്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു. അപ്പോൾ സൂചിത്തുമ്പിയുടെ കാലിൽ ഒരു കൊതുകിനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരുന്നു. കുളക്കരയിൽ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി. അപ്പോൾ കുളക്കരയിലുള്ള ഇലത്താവളത്തിലാണ് സൂചിത്തുമ്പി പറന്നിറങ്ങിയത്. എങ്ങനെയാണ്? ഹെലികോപ്റ്റർ പോലെ. എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി. അപ്പോൾ സൂചിത്തുമ്പി എന്തിനാണ് കൊതുകിനെ പിടിച്ചു കൊണ്ടുവന്നത്? തിന്നാൻ വേണ്ടി. അപ്പോൾ ഒരു ശബ്ദം, ഡ്രും ഡ്രും ഡ്രും. അതാ മറ്റൊരു തുമ്പി വിമാനം. കല്ലൻ തുമ്പിയാണ് വരുന്നത്. കല്ലൻ തുമ്പിയുടെ ചിറകു തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചുപോയി. അപ്പോൾ സൂചിത്തുമ്പിയുടെ കാലിലായിരുന്നു കൊതുകുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ മറ്റൊരു തുമ്പി വിമാനം വന്നു. ആരാണത്? കല്ലൻ തുമ്പിയാണ് വന്നത്. കല്ലൻ തുമ്പിയുടെ ചിറകു തട്ടി സൂചിത്തുമ്പിയുടെ കാലിലിരുന്ന ആ ഒരു കൊതുക് തെറിച്ചുപോയി. എൻ്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ? സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു. അത് ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ കൊതുകിനെ തട്ടിത്തെറിപ്പിച്ചില്ലേ? അപ്പോൾ സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്ന് ഫോൺ എടുത്ത് വിളിച്ചു. ആരെയാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, കടുവത്തുമ്പിയല്ലേ, സഹായിക്കണം. അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചത് കടുവത്തുമ്പിയെയാണ്. മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു. ഡ്രും ഡ്രും ഡ്രും. കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. സൂചിത്തുമ്പിയും പിറകെ പോയി. ഡ്രും ഡ്രും ഡ്രും. അപ്പോൾ ആരാണ് വന്നത്? യൂണിഫോം ഇട്ട കടുവത്തുമ്പിയാണ് വന്നത്. അത് കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ആരും പോയി? സൂചിത്തുമ്പിയും പോയി. പറന്നു ചെന്ന കടുവത്തുമ്പി വാലുകൊണ്ട് ഒറ്റയടി. കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറി. ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി. വാലൊടിഞ്ഞു തൂങ്ങി. അപ്പോൾ കടുവത്തുമ്പി കല്ലൻ തുമ്പിയെ അടിച്ചതാണ്. പക്ഷേ കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി പിടിക്കാൻ ചെന്ന കടുവത്തുമ്പിയുടെ വാൽ ഒടിഞ്ഞു തൂങ്ങി. കണ്ടില്ലേ? അപ്പോൾ താഴെ നിന്ന് ഉറുമ്പുകൾ പറയുകയാണ്, അയ്യോ, തുമ്പി വിമാനം വീഴുന്നേ, പാവം, വാലൊടിഞ്ഞതാ. ഉറുമ്പുകൾ കടുവത്തുമ്പിയെ ഹോസ്പിറ്റലിലാക്കി. വാലൊടിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഉറുമ്പുകളെല്ലാം കൂടി കടുവത്തുമ്പിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോവുകയാണ്. കണ്ടില്ലേ? വാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഒടിഞ്ഞത് ശരിയാക്കാനായിട്ട്. അപ്പോൾ കടുവത്തുമ്പി പോകുമ്പോൾ ചോദിക്കുകയാണ്, ഇതെന്താ, തീറ്റ മത്സരമാണോ? മറ്റ് തുമ്പികളോടാണ്. അപ്പോൾ അവർ പറയുകയാണ്, അല്ല, രുചി ഉത്സവം. പിന്നെ തുമ്പി പറയുന്നുണ്ട് സോറി എന്ന്. സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കുന്നതാണ്, അല്ലേ? എന്തിനായിരിക്കും സോറി പറയുന്നത്? അപ്പോൾ കുളത്തിൽ ഒരിളക്കം. മത്സ്യങ്ങളാണോ? അല്ലല്ലോ, അതാ വെള്ളത്തിൽ കുറേ കൊതുക് തീനി തുമ്പികൾ. സൂചിത്തുമ്പിയും മക്കളുമാണ്. അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറഞ്ഞു സോറി. കടുവത്തുമ്പി പോകുമ്പോൾ കുളത്തിൽ ഒരു ഇളക്കം. മത്സ്യങ്ങളാണോ എന്ന് നോക്കി. മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മീനുകൾ. അല്ല, അത് മീനുകളല്ല. ആരാണ്? കൊതുക് തീനി തുമ്പികളാണ്. കൊതുകിനെ തിന്നുന്ന തുമ്പികൾ. സൂചിത്തുമ്പിയും മക്കളുമാണ് വെള്ളത്തിലുള്ളത്. അവ മത്സരിച്ച് എന്താണ് തിന്നുന്നത്? കൂത്താടികളെയാണ് ഭക്ഷിക്കുന്നത്. കൊതുകിൻ്റെ കുഞ്ഞുങ്ങളാണ് കൂത്താടികൾ. അപ്പോൾ കടുവത്തുമ്പിയെ കണ്ടപ്പോൾ സൂചിത്തുമ്പി പറഞ്ഞു സോറി എന്ന്. കാരണം അതിൻ്റെ വാലൊടിയാൻ കാരണം സൂചിത്തുമ്പി കൊണ്ടുപോയതാണ്, അല്ലേ? അപ്പോൾ അതാണ് സോറി പറഞ്ഞത്. ഓന്ത് മുട്ടയിടുമോ? ഒക്ടോബർ 27 വെള്ളി. ഡയറി ആണ്. എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴി ഉണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അതിനെ ഒന്നും ചെയ്യരുത്. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറേ മുട്ട. പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. അപ്പോൾ
ഒരു കുട്ടി എഴുതിയ ഡയറിയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ ഞാൻ കണ്ടു. അപ്പോൾ അത് എന്ത് ചെയ്യുകയായിരുന്നു? ഒരു കുഴിയുണ്ടാക്കി, മണ്ണിൽ കുഴിയുണ്ടാക്കി, അതിനുശേഷം മുട്ടയിട്ടു, എന്നിട്ട് ആ കുഴി മൂടുകയായിരുന്നു. ഇതൊക്കെയാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. ആരാണത്? ആദിദേവാണ് അല്ലേ? SVUP സ്കൂൾ, മുത്തത്തി, പയ്യന്നൂർ. ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നിറം മാറാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഓന്ത്. അത് നിങ്ങൾക്കറിയാമോ? എൻ്റെ ഡയറി. ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതൂ. അപ്പോൾ നമ്മളോടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തെ, മീനിനെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനുവരി 1 വ്യാഴം. ഞങ്ങൾ ഇന്ന് കായൽ കരയിലൂടെ നടക്കുമ്പോൾ ഒരു കരിമീനിനെ കണ്ടു. അച്ഛനോട് ചോദിച്ചപ്പോൾ ശുദ്ധജലത്തിലും ഉപ്പ് കലർന്ന കായൽ ജലത്തിലും കാണുന്നതാണ് കരിമീൻ എന്നും ഇതിന് പേൾ സ്പോട്ട്, ഗ്രീൻ ക്രൊമൈഡ് എന്നും പേരുണ്ടെന്നും പറഞ്ഞു. ഈ മത്സ്യം 2010 മുതൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ്. ഇതിൻ്റെ ശരീരം പരന്നതും ദേഹത്ത് മുത്തുകൾ പോലെ വെളുത്ത പുള്ളികളും കാണാം. അതുകൊണ്ടാണ് പേൾ സ്പോട്ട് എന്ന് വിളിക്കുന്നത്. കരിമീനിൽ പ്രോട്ടീൻ, omega-3 ഫാറ്റി ആസിഡ്, വിറ്റാമിൻ ഡി, കാൽസ്യം എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കരിമീൻ പൊള്ളിച്ചതും കരിമീൻ കറിയും കരിമീൻ നിർവാണയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുജീവികൾ. കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, 8 കാലുള്ളവ, ഒത്തിരി കാലുകളുള്ളവ, ഇതൊക്കെ എഴുതണം. അപ്പോൾ ആദ്യം കാലില്ലാത്തവയാണ്. ഏതൊക്കെയാണ്? മണ്ണിര, അതുപോലെ തന്നെ പാമ്പ്. ഇനി 4 കാലുള്ളവയാണ്. കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? പൂച്ച, നായ, മുയൽ, ആട്, ഇങ്ങനെ കുറേ ഉണ്ട്. 6 കാലുള്ളവ ഏതൊക്കെയാണ്? ഈച്ച, അതുപോലെ തന്നെ കൊതുക്, ഉറുമ്പ്, പാറ്റ. ഇനി 8 കാലുള്ളവയാണ്. 8 കാലി, തേൾ. ഇവയ്ക്ക് 8 കാലാണ്. ഒത്തിരി കാലുള്ളവ, കുറേ കാലുള്ളവ ഏതൊക്കെയാണ്? പുഴു, പഴുതാര, തേരട്ട. അപ്പോൾ ഇതൊക്കെയാണ് ഈ പട്ടികയിൽ എഴുതി ചേർക്കേണ്ടത്. പാടി രസിക്കാം. കുഞ്ഞറകൾക്കുള്ളിൽ. 100 കുഞ്ഞറകൾ മണ്ണിലുണ്ടേ, കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരി തേടിപ്പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരി തേടിപ്പോകുന്നു കുഞ്ഞുറുമ്പുകൾ. വരിവരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ, അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ. മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ ചെറിയ അറകളുണ്ട്, അവയ്ക്കുള്ളിൽ കുഞ്ഞു കുഞ്ഞ് ഉറുമ്പുകളുണ്ട്. അവ വരിവരിയായി അരിമണി തേടിപ്പോകും, അതുപോലെ തന്നെ വരിവരിയായി അരിമണിയുമായി തിരിച്ച് വരും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്